ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. രേണു സുധി ഇപ്പോൾ ആ ഒരു മേക്കപ്പ് ഏരിയയിൽ നിന്ന് മിററിനെ നോക്കി പൊട്ടിക്കരയുന്ന ഒരു കാഴ്ചയാണ് രാവിലെ തന്നെ കണ്ടത്. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ കാണണം എന്ന് പറഞ്ഞാണ് കരയുന്നത്. അമ്മയുടെ പൊന്നെ ജീവനെ എന്നൊക്കെ പറഞ്ഞ് കരച്ചിലായിരുന്നു. എന്നുവെച്ചാൽ കുട്ടികളോടാണ് സംസാരിക്കുന്നത്. പിന്നെ പ്രേക്ഷകരോട് രേണു പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ വിട്ടു നിൽക്കുന്ന ആ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ലല്ലോ എന്നൊക്കെ. ഹോം സിക്നസ് അടിച്ചിട്ടുള്ള ഒരു കരച്ചിലാണ് കേട്ടോ. കണ്ടിട്ട് പാവം തോന്നിപ്പോയി. ഇത് കഴിഞ്ഞിട്ട് രേണു ബെഡ്റൂമിലേക്ക് പോകുന്നുണ്ട്. അവിടെ നെവിൻ എന്തൊക്കെയോ കാണിച്ച് രേണുവിനെ ചിരിപ്പിച്ചു. ആളുടെ മൂഡ് പെട്ടെന്ന് തന്നെ സ്വിച്ചായി. പൊട്ടിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ബെഡ്റൂമിൽ വെച്ചിട്ട്. വീടിനെയും വീട്ടിലുള്ളവരെയൊക്കെ മിസ് ചെയ്തപ്പോൾ കരഞ്ഞതായിരിക്കും. ഇപ്പൊ ആർക്കായാലും അങ്ങനെയൊക്കെ തോന്നും. 1 വീക്കൊക്കെ ആവാറായില്ലേ, ആയിരിക്കും രേണു സുധി അങ്ങനെ പൊട്ടിക്കരയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത് രാവിലെ തന്നെ. പിന്നെ ഞാൻ കരയത്തില്ല, ഞാൻ കരഞ്ഞുള്ള ഒരു അടവ് ഇറക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ആ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് കണ്ടായിരുന്നു. പക്ഷെ ആരായാലും ബിഗ് ബോസിൽ ഒരു പോയിന്റ് എത്തുമ്പോൾ ബ്രേക്ക് ആവും എന്നുള്ളതാണ് പ്രേക്ഷകരാണെങ്കിലും മനസ്സിലാക്കേണ്ടത്. ആ ബ്രേക്കിംഗ് പോയിന്റ് ഇപ്പൊ ചിലർക്ക് 2 ആഴ്ചയായിരിക്കും, ചിലർക്ക് 3 ആഴ്ചയായിരിക്കും, ചിലർക്ക് 1 ആഴ്ചയായിരിക്കും. അതൊക്കെ ഡിപ്പെൻസ് ആണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.